ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഭരണഘടനയെക്കുറിച്ച് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത്. എല്ലാം പുതിയ പാറ്റേണിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഓൾറെഡി ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇന്നത്തെ ഈ ക്ലാസ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. ഈ വരുന്ന എക്സാമുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന 3 പ്രസ്താവനകൾ എന്തിനെ സംബന്ധിച്ചാണ്? ഇപ്പോൾ ഇവിടെ ഒരു 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അത് എന്തിനെ സംബന്ധിച്ചാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. 1, ആർട്ടിക്കിൾ 51A പ്രതിപാദിക്കുന്നു. 2, USSRൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. 3, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത് എന്തുമായി ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: മൗലികാവകാശങ്ങൾ, മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ, ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഇതിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ കാര്യങ്ങൾ? കിട്ടിയ ആൻസർ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, മൗലിക കടമകളാണ്. അപ്പോൾ ആർട്ടിക്കിൾ 51A പ്രതിപാദിക്കുന്നത് എന്താണ്? മൗലിക കടമകളാണ് അല്ലേ? അത് എല്ലാവർക്കും അറിയാമെന്നുള്ള പോയിൻ്റാണ്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, USSRൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് എന്ത്? മൗലിക കടമകൾ അല്ലേ? USSRൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് മൗലിക കടമകൾ. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അതും മൗലിക കടമകളെക്കുറിച്ചാണ്. ഓക്കെ, അപ്പം മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ഇത് 3 പ്രസ്താവനകളും മൗലിക കടമകളെ സംബന്ധിച്ചുള്ളതാണ്. ഓക്കെ, അപ്പോൾ പഠിക്കുക. അടുത്ത ചോദ്യം, 42ാം ഭരണഘടനാ ഭേദഗതിയുടെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദ്യം. 1, മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി. 2, മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി. 3, 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പാക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 3 മാത്രം ശരി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നത്? മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി അല്ലേ? മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് ഏത്? 42ാം ഭരണഘടനാ ഭേദഗതി. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പാക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു അല്ലേ? 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പാക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് 1, 3 ആണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 1, സമത്വത്തിനുള്ള അവകാശം. 2, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. 4, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ ഇതിലേതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് തവണ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 3. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം അല്ലേ? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഇപ്പോൾ അതൊരു മൗലികാവകാശമല്ല അല്ലേ? ഇപ്പോൾ അതൊരു നിയമാവകാശമാണ്. അപ്പം ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശത്തിലായിരുന്നു, മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതായിരുന്നു സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. എന്നാൽ പിന്നീട് ഈ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് അതിപ്പോൾ ഒരു നിയമാവകാശമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി 3, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതുപോലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇത് 3 മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പം നിലവിൽ
മൗലികാവകാശങ്ങൾ എത്ര തരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6 കേട്ടോ. 6. സമത്വത്തിനുള്ള അവകാശം, അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം അല്ലേ, ആർട്ടിക്കിൾ 32. അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 5 പറഞ്ഞു, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അങ്ങനെ മൊത്തം 6 മൗലികാവകാശങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. മൗലികാവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? മൗലികാവകാശത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തണം. 1. നിലവിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം 6. 2. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങളുണ്ടായിരുന്നു. 3. മൗലികാവകാശം സംരക്ഷിക്കുന്നതിനോ സ്ഥാപിച്ചു കിട്ടുന്നതിനോ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. ഇതിലേതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി? സിമ്പിളാണല്ലേ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 2ഉം ശരിയാണ്. എന്താ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? നിലവിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം 6 അല്ലേ, അത് ശരിയാണ്. നിലവിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം 6. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങളുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതേ ഉള്ളൂ. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം 6 ആണ്. ആ 7 പോയത് ഏതാണ്? നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം അല്ലേ. സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലികാവകാശം ആയിരുന്നു ഭരണഘടന നിലവിൽ വരുമ്പോൾ. എന്നാൽ ഇപ്പോൾ അതൊരു നിയമാവകാശമാണ്. അപ്പോൾ മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത അവകാശം സ്വത്തവകാശമാണ്. അങ്ങനെയാണ് ഈ 7 മൗലികാവകാശങ്ങളിൽ നിന്ന് ഇപ്പോൾ 6 ആയത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാൻ എന്താ കാരണം? മൗലികാവകാശം സംരക്ഷിക്കുന്നതിനോ സ്ഥാപിച്ചു കിട്ടുന്നതിനോ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ പ്രൊഹിബിഷൻ എന്നാണ് വിളിക്കുന്നത്. റിട്ടുകളാണല്ലേ. മൗലികാവകാശം സംരക്ഷിക്കുന്നതിനോ സ്ഥാപിച്ചു കിട്ടുന്നതിനോ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ റിട്ടുകൾ എന്നാണ് പറയുന്നത്. ആ റിട്ടുകളിൽ ഉള്ള ഒരു റിട്ടാണ് ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിട്ടുകളെ 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നറിയാമല്ലോ. അതിലൊന്നാണ് ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മൗലികാവകാശം സംരക്ഷിക്കുന്നതിനോ സ്ഥാപിച്ചു കിട്ടുന്നതിനോ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ റിട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ BN റാവുവിനെ സംബന്ധിച്ച് ശരിയായത് ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ BN റാവുവിനെ സംബന്ധിച്ച് ശരിയായത് ഏത്? 1. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ്. 2. രാജ്യാന്തര നീതിന്യായ കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയൻ. 3. നേപ്പാളിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായ ഇന്ത്യക്കാരൻ. അപ്പോൾ ഈ 3 പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് BN റാവുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം 2ഉം ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് അല്ലേ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവായിരുന്നു BN റാവു. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രാജ്യാന്തര നീതിന്യായ കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയനാണ് ആര്? BN റാവു അല്ലേ. രാജ്യാന്തര നീതിന്യായ കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയനായിരുന്നു BN റാവു. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് BN റാവുമായി ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ പഠിക്കുക. അടുത്ത ചോദ്യം നോക്കാം. KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവരെ സംബന്ധിച്ച് പൊതുവായ പ്രത്യേകതകൾ എന്ത്? KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവരെ സംബന്ധിച്ച് പൊതുവായ പ്രത്യേകതകൾ എന്ത്? 1. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് രാജിവെച്ചവർ. 2. 1946 സെപ്റ്റംബർ 2 രൂപീകൃതമായ ഇടക്കാല മന്ത്രിസഭയിലെ അംഗങ്ങൾ. 3. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ. ഇപ്പോൾ ഏതാണ് ഇതിലെ ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ പ്രസ്താവന മാത്രം ശരി. മൂന്നാമത്തെ പ്രസ്താവന എന്താ പറയുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളല്ലേ. ഈ പറഞ്ഞ 3 പേര് ആരൊക്കെ? KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അതുപോലെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഇവർ 3 പേരും
ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളായിരുന്നു. ഓക്കെ, ബാക്കി 2 പ്രസ്താവനകളും തെറ്റാണ്. 1ഉം 2ാമത്തെയും പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 3ാമത്തെ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളും അവയുടെ ചെയർമാൻമാരും താഴെ കൊടുക്കുന്നു. ചേരുംപടി ചേർക്കുക. 1 യൂണിയൻ പവർ കമ്മിറ്റി, 2 സ്റ്റിയറിംഗ് കമ്മിറ്റി, 3 ക്രെഡൻഷ്യൽ കമ്മിറ്റി, 4 ഹൗസ് കമ്മിറ്റി. എ പട്ടാഭി സീതാരാമയ്യ, ബി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി ജവഹർലാൽ നെഹ്റു. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളും അവയുടെ ചെയർമാൻമാരെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള രീതിയിൽ ചേരുംപടി ചേർക്കണം. ഒന്ന് ആൻസർ നോക്കിയേ, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇപ്പം ഞാൻ എന്തായാലും ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 1 ഡി, 2 സി, 3 ബി, 4 എ. 1 ഡി ആണല്ലേ, യൂണിയൻ പവർ കമ്മിറ്റി. യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ 2 സി, സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ 3 ബി, ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അല്ലേ. ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അതുപോലെ 4 എ, ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ ഒന്നുകൂടി പറയാം. യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു, സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ 2 ക്ലാസ്സിലും നമ്മൾ ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചതാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഇത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇപ്പോൾ ഇവിടെ ഒരു 4 പ്രസ്താവനകൾ പറയുന്നുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തണം. 1 കേശവാനന്ദ ഭാരതി കേസിൽ 1973 ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. കേശവാനന്ദ ഭാരതി കേസിൽ 1973 ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബെരുമാറി കേസിൽ 1960 ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബെരുമാറി കേസിൽ 1960 ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിലേതൊക്കെ പ്രസ്താവനകളാണ് ശരി? എന്തായാലും നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതോ 2 പ്രസ്താവനയാണ് ശരി. അതേതൊക്കെയാണ്? കിട്ടിയ ആൻസർ 1ഉം 4ഉം ആണ് കേട്ടോ. 1ഉം 4ഉം ആണ് ശരി. 1ഉം ഓപ്ഷൻ ബി 1ഉം 4ഉം ആണ് ശരി. 1ാമത്തെ 4ാമത്തെയും പ്രസ്താവനയാണ് ശരി. അപ്പോൾ എന്തായാലും ഈ ടിക്ക് മാർക്ക് ഞാൻ ഒന്ന് മാറ്റുകയാണ്. കാരണം എന്നാലേ നമുക്ക് വായിക്കാൻ പറ്റും അത്. അപ്പം നമുക്കൊന്ന് നോക്കാം. 1ഉം 4ഉം ആണല്ലേ. 1ാമത്തെ പ്രസ്താവന എന്താ പറയുന്നത്? കേശവാനന്ദ ഭാരതി കേസിൽ 1973 ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു അല്ലേ. ഇപ്പോൾ കേശവാനന്ദ ഭാരതി കേസിൽ 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. അതുപോലെ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി. ബെരുമാറി കേസിൽ 1960 ബെരുമാറി കേസിൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, 1960 ബെരുമാറി കേസിൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. എന്നാൽ 1973 കേശവാനന്ദ ഭാരതി കേസിൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അപ്പോൾ മാറിപ്പോരുത് രണ്ടും. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് പഠിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ 3 വീഡിയോയും കൂടെ ചേർത്തിട്ട് 25 ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തു. ഈ 25 ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സിലുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ കണ്ടു നോക്കുക. ഓക്കെ, അപ്പം വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കണ്ടിന്യൂഷൻ വീഡിയോ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വരുന്ന എക്സാമുകൾ CPO, വുമൺ CP, IRB ഇതിനെല്ലാം 8 മാർക്കിന് ഭരണഘടനയിൽ നിന്ന് ചോദ്യങ്ങൾ ഉള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ എല്ലാ എക്സാമിനും പൊതുവേ ഉള്ളതാണ്, ഭരണഘടനയിൽ നിന്ന് ചോദ്യം ഉള്ളതാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, മെയിൻസ് എക്സാമുകൾ വരുന്നുണ്ട്, അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തീർച്ചയായിട്ടും ഭരണഘടനയിൽ നിന്ന്
ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.